ശത്രു മിത്രം ലൈൻ മാത്രമല്ല, ആന്ധ്രയിൽ ഇടയിൽ നിന്ന് ചോര കുടിക്കുന്ന പഴയ മുട്ടനാട് കഥയിലെ ചെന്നായ ലൈനും ബി കൃത്യമായി പയറ്റുന്നുണ്ട്. പ്രതിക്രിയാവാദവും വൈരുദ്ധാത്മക ഭൗതികവാദവും ഒക്കെ പറഞ്ഞ് നീട്ടിക്കുറുക്കുന്നതിനപ്പുറം അടുത്ത ആന്ധ്ര തിരഞ്ഞെടുപ്പിൽ നിലവിലെ ഭരണപക്ഷം ജയിച്ചാലും പ്രതിപക്ഷം ജയിച്ചാലും ഭരണപക്ഷത്തിരിക്കാനുള്ള വകയൊക്കെ ബി സെറ്റാക്കിയിട്ടുണ്ട്. ആന്ധ്രയിലെ ഭരണപക്ഷ പ്രതിപക്ഷ പാർട്ടികൾക്ക് ബി പദ്യം. NDAയുമായി സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ഇരു കൂട്ടരും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. 2024 ആന്ധ്രയെ സംബന്ധിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പും വരാനിരിക്കുന്നതിനാൽ കളം പിടിക്കാനുള്ള ശ്രമം ദേശീയ പാർട്ടികൾക്കൊപ്പം പ്രാദേശിക പാർട്ടികൾക്കുമുണ്ട്. ബി സംബന്ധിച്ച് താളത്തിൽ വച്ചിരിക്കുന്ന മധുര പലഹാരം പോലെയാണ് ആന്ധ്രാപ്രദേശിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും. സ്വയംവരത്തിന് മാല ആർക്ക് ചാർത്തണമെന്ന് നിശ്ചയിക്കാൻ സ്വാധിക്കുന്ന വധുവിനെ പോലെയാണ് ബി സംബന്ധിച്ച് ആന്ധ്രയിലെ അവസ്ഥ. ആരെ വേണമെങ്കിലും ഒപ്പം നിർത്താം, ആരെ വേണമെങ്കിലും തള്ളിക്കളയാം. നിലവിലെ ആന്ധ്ര മുഖ്യമന്ത്രി YSR കോൺഗ്രസിന്റെ ജഗൻമോഹൻ റെഡ്ഡിയും പ്രതിപക്ഷത്തുള്ള TDPയുടെ നേതാവ് N ചന്ദ്രബാബു നായിഡുവും ഓടി നടന്നാണ് ബി നേതാക്കളെ കാണുന്നത്. നിലവിൽ ആന്ധ്രയിൽ ഒറ്റ MLAമാരില്ലാത്ത കോൺഗ്രസ് മാത്രമാണ് ഈ മൂന്ന് കൂട്ടരുടെയും ഒറ്റ ശത്രുവെന്ന് തോന്നും ഈ പരക്കം പാച്ചിൽ കണ്ടാൽ. YSR കോൺഗ്രസ് TDP പോരിനപ്പുറം കോൺഗ്രസ് കൂടി ഇക്കുറി തെലങ്കാന വിജയത്തിന്റെ ഊർജ്ജത്തിൽ ആന്ധ്ര പിടിക്കാൻ ഇറങ്ങുമെന്നത് ഒരു വസ്തുതയാണ്. അപ്പോഴും സംസ്ഥാനത്ത് ഒരു ചലനത്തിനും വലിയ സാധ്യത കൽപ്പിക്കാത്ത ബി ഒപ്പം നിർത്താൻ ജഗനും നായിഡുവും കാണിക്കുന്ന ആവേശം ജയിച്ചു വന്നാൽ EDയെ പേടിക്കാതെ സംസ്ഥാന ഭരണത്തിൽ ഇരിക്കാമെന്നതാണ്. ബി ബാന്ധവത്തിനുള്ള ആന്ധ്ര പാർട്ടികളുടെ ഓട്ടം വ്യക്തമാക്കുന്നതാണ് 24 മണിക്കൂറിനിടയിലെ ഡൽഹി കൂടിക്കാഴ്ചകൾ. തെലുഗുദേശം പാർട്ടി അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും ബി മേധാവി JP നദ്ദയെയും കണ്ട് 24 മണിക്കൂറിനുള്ളിൽ മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡി ഡൽഹിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടു. സംസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിക്കാനാണ് സന്ദർശനമെന്ന് പറയുമ്പോഴും ബി ഒപ്പം നിർത്താനുള്ള നീക്കമാണിതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത്. ജഗൻ വേണോ നായിഡു വേണോ എന്ന് ബി തീരുമാനിച്ചിട്ടില്ലെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് ഏതെങ്കിലും പക്ഷത്തോട് പ്രതിബദ്ധത കാണിക്കുന്നതിന് മുമ്പ് ബി അതിന്റെ പതിവ് നിരീക്ഷണത്തിലാണ്. ആ കാത്തിരിപ്പ് ആന്ധ്രയിൽ ആര് കളം പിടിക്കുമെന്ന് അറിയാനാണ്, എന്നിട്ട് അവർക്കൊപ്പം ചേർന്ന് സർക്കാർ ഉണ്ടാക്കാൻ. നിലവിൽ TDPയുടെ സഖ്യകക്ഷിയായ പവർ സ്റ്റാർ പവൻ കല്യാണിന്റെ ജനസേന പാർട്ടി NDAയ്ക്ക് നേരത്തെ തന്നെ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ്. 2019 173 സീറ്റിൽ മത്സരിച്ചിട്ട് ഒറ്റ സീറ്റ് പോലും കിട്ടാത്ത ബി ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജഗന്റെയും നായിഡുവിന്റെയും പെർഫോമൻസ് കണ്ടിട്ടാവും ആരെ ഒപ്പം നിർത്തണമെന്ന് തീരുമാനിക്കുക. പിന്നെ ലോക്സഭയിൽ തെക്കേ ഇന്ത്യയിൽ കണ്ണുവെക്കുന്നുണ്ടെങ്കിലും തെക്ക് ബി വലിയ പ്രതീക്ഷ നൽകുന്നില്ല. ബി ഓപ്പണായി കൈകൊടുക്കാൻ ജഗനും നായിഡുവും മടിക്കുന്നത് വിജയസാധ്യത ഇല്ലാത്ത ബി മുന്നണി മര്യാദയുടെ ഭാഗമായി സീറ്റ് കൊടുക്കേണ്ടി വരുന്നത് തങ്ങൾക്ക് ഗുണം ചെയ്യില്ലെന്ന് കണ്ടാണ്. അപ്പോൾ പിണക്കാതെ ഒപ്പം നിർത്തി പുറത്തുനിന്ന് പിന്തുണ എന്ന പോലെ കാര്യങ്ങൾ തീർപ്പാക്കാനാണ് ശ്രമം. തെലങ്കാന തോൽവിയും ബി ആന്ധ്രയിൽ ക്ഷീണമുണ്ടാക്കുന്നുണ്ട്. കോൺഗ്രസ് ആകട്ടെ ജഗനെ ഒതുക്കാൻ സഹോദരി YS ശർമിളയെ ആന്ധ്ര കോൺഗ്രസിന്റെ തലപ്പത്തെത്തിച്ചാണ് കാര്യങ്ങൾ നീക്കുന്നത്. ബി ആകട്ടെ കോൺഗ്രസ് ഒഴിച്ച് ആര് വന്നാലും തങ്ങളാണ് വിജയി എന്ന മട്ടിൽ ആന്ധ്രയിലെ കാര്യങ്ങൾ കണ്ട് കാത്തിരിക്കുകയാണ് അവസരത്തിനായി. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.